ജനറൽ എം ഇന്ദ്രബാലൻ തത്സമയം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ എം ഇന്ദ്രബാലൻ, താങ്കൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ സ്പോട്ടുകൾ, ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ ആ സ്പോട്ടുകൾ അവിടെ തന്നെയാണോ കൃത്യമായിട്ട് ഇപ്പോൾ ഈ തെരച്ചിൽ ഇന്ന് നടന്നത്? എന്താണ് താങ്കൾക്ക് ഇന്നത്തെ ഈ തെരച്ചിലിന്റെ വിവരങ്ങൾ അറിഞ്ഞതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുന്നത്? കൃത്യമായാണോ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? എനിക്ക് അവിടുന്ന് ശരിക്കും റിപ്പോർട്ട് എടുക്കാൻ കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ ഒരു ടീമിനോട് സംസാരിച്ചു. അവർ പറഞ്ഞത് കുറെ പാർട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ആ പാർട്സ് എന്താണ് അവർ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. പക്ഷെ ആ പാർട്സ് ഏത് പോയിന്റ് നിന്നാണ് കിട്ടിയത് അത് ആർക്കും തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് ഇപ്പോ ഉള്ള അറിവ്. പക്ഷെ അവർ കൃത്യമായിട്ട് CP4 ഡൈവ് ചെയ്തു. അവിടെ എന്താ ചെയ്ത്, അത് ആരാ ഡൈവ് ചെയ്ത്? കാരണം നേവി അവിടെ ഡൈവ് ചെയ്തിട്ടില്ല. അവരോട് ഞാൻ സംസാരിച്ചു. ഇപ്പോ ചിലപ്പോ മാൽപ്പ അവിടെ ഡൈവ് ചെയ്താണെങ്കിൽ സംസാരിച്ചല്ലേ അറിയുള്ളൂ എന്താ അവിടെ ചെയ്തതാണ് ശരിക്കും. ഇപ്പോൾ ഉച്ചയ്ക്ക് മൽപ്പയെ സംസാരിച്ചതിൽ നിന്ന് ഈ വിസിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ട്. 20 മിനിറ്റ് സമയം ഒരു തവണ അദ്ദേഹത്തിന് ആഴങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഏതാണ്ട് 12ഓളം ഡൈവുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു തവണ 20 മിനിറ്റിലേറെ അദ്ദേഹത്തിന് മുങ്ങിക്കിടക്കാൻ പറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിന് സെർച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ താഴെ മരക്കൂട്ടങ്ങൾ അതുപോലെ തന്നെ പാറകളൊക്കെ ഉണ്ട്, ഈ മണ്ണടിഞ്ഞു കിടക്കുകയാണ്. വിസിബിലിറ്റി പക്ഷേ ഉണ്ട്, പക്ഷെ അതിനും താഴേക്ക് പോകേണ്ടി വരും എന്നാണ് ലോറി കണ്ടെത്താൻ. ശരിക്കും ഈ ഐബോർഡ് പരിശോധനയിൽ ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ തെളിഞ്ഞു വന്നിരുന്നത്? അതിനൊരു വ്യക്തത എന്താണ്? അബ്സല്യൂട്ട്ലി ഇത് അങ്ങനെയാണ് നമ്മളും ഇതിനെ പ്രൊജക്ട് ചെയ്തത്. നമ്മുടെ CP4 വി ഹാഡ് സെഡ് ഹൈയസ്റ്റ് പ്രോബിലിറ്റി അവിടെ ആവാൻ ചാൻസ് ഉള്ളത്. പക്ഷെ അവിടെ നമുക്ക് കിട്ടിയതില് ലോറിയുടെ മേലെ കുറെ പാറകളും മരമാവാൻ ചാൻസ് ഉണ്ട്. അത് മണ്ണ് ഡെഫിനറ്റ്ലി ഉണ്ട്. അതാണ് നമ്മുടെ ഇതിൽ വന്നിരിക്കണത്. സോ അത് അപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് ഒക്കെ മാറ്റിയിട്ടേ നമുക്ക് ട്രക്കിന് എത്താൻ പറ്റുള്ളൂ. അത് മാറ്റാനായിട്ട് സംവിധാനം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ട്രക്കിന് എത്താൻ പറ്റും. പിന്നെ നമുക്ക് ട്രക്കിനെ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. ആസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ട്രക്കിന് പുറത്തെടുത്ത് ഒന്നും കിട്ടാനും പോകുന്നില്ല. വാട്ട് ഈസ് ആർ എയിം? നമ്മുടെ എയിം എന്താണ്? നമുക്ക് അർജുനന്റെ ശരീരം കിട്ടണം. അത് വി ഹാവ് ടു സീ. ആ ട്രക്കിന്റെ ബൾബൊക്കെ മാറ്റിയിട്ട് ട്രക്ക് അവിടെ കാണുകയാണെങ്കിൽ CP4 അവിടെ ക്യാബിൻ കണ്ടുപിടിച്ചിട്ട് വി ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് അവിടെ ക്യാബിനിൽ അർജുനന്റെ ശരീരം ഉണ്ടോ എന്ന്. ഇഫ് ദാറ്റ് ഈസ് ദർ, അതിനെ പിന്നെ അണ്ടർ വാട്ടർ വെൽഡിംഗ് കട്ടിംഗ് ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് ശരീരം മാത്രം എടുത്താൽ മതി. ഫുൾ ട്രക്കിനെ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഫസ്റ്റ് തിങ് ഈസ് ആരെങ്കിലും താഴെ പോയിട്ട് നൗ ദാറ്റ് ഡൈവിംഗ് ഈസ് പോസിബിൾ, ഒരു പ്ലാനിങ് നന്നായി ചെയ്തിട്ട് ട്രക്ക് കണ്ടുപിടിച്ചിട്ട് അതിന്റെ അകത്ത് പരിശോധിക്കണം അർജുനന്റെ ബോഡി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ ഇപ്പോൾ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു ബ്രീഫിംഗ് കിട്ടിയിരിക്കുന്നത്. അവിടുത്തെ കാർവാർ MLA ഒരു ബ്രീഫിംഗ് കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ MLA ആയ AK അഷ്റഫ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിലേക്ക് ഒരു ബ്രീഫിംഗ് കിട്ടിയിരിക്കുന്നത് ഡ്രെഡ്ജർ കൊണ്ടുവരുന്നു എന്നാണ്. ഗോവയിൽ നിന്ന് ഡ്രെഡ്ജർ കൊണ്ടുവരുന്നു, അത് മൺഡേ ഡ്രെഡ്ജർ എത്തിക്കും. അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മണ്ണും ചെളിയും ഇതെല്ലാം നീക്കം ചെയ്ത് അതിന്റെ താഴെയുള്ള ട്രക്കിലേക്ക് പോകുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ നിലവിൽ ഈ ഡൈവേഴ്സിന് അങ്ങ് എത്തുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഡ്രെഡ്ജിങ് നടത്താൻ പോകുന്നത്. പക്ഷെ അത് തുടക്കത്തിൽ ചെയ്യേണ്ടതായിരുന്നില്ലേ ശ്രീ ഇന്ദ്രബാലൻ? ഇതിപ്പോൾ മുങ്ങൽ വിദഗ്ധർ വെറുതെ ഇങ്ങനെ ഡൈവ് ചെയ്ത് നോക്കിയിട്ട് ഇതിനടിയിലേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതിന് മുൻപ് തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പല്ലേ ഈ ഡ്രെഡ്ജിങ് എന്ന് പറയുന്നത്? അല്ല, അങ്ങനെയല്ല. വി ഹാവ് ടു ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. കാരണം നമ്മൾ ഡൈവേഴ്സ് ഉള്ള കാരണം ഡൈവേഴ്സ് പോയിട്ട് പരിശോധിക്കണം ഫസ്റ്റ്. ചിലപ്പോ അവിടെ ഇത്ര മണ്ണ് ഉണ്ടായിട്ടും ട്രക്കിന്റെ ഒരു ഭാഗം പുറത്താണ്, അത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ദെൻ വി കുഡ് ഹാവ് സേവ് ഒരുപാട് എഫേർട്ട് സേവ് ആയെന്നെ. ഇപ്പൊ ഡൈവേഴ്സ് താഴെ പോയിട്ട് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് കണ്ടിട്ട്. കാരണം ഇപ്പോൾ ചിലപ്പോൾ വിസിബിലിറ്റിയും ഈ മഡി വാട്ടറൊക്കെ ഇല്ലാത്ത കാരണം വിസിബിലിറ്റി ബെറ്റർ ആണ്. അപ്പോൾ അവർക്ക് നോക്കിയിട്ട് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അവിടെ ട്രക്കിന്റെ മേലെ കുറെ ഇങ്ങനത്തെ പാറയും മരവും മഡും കിടക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. സോ നൗ വി ആർ ക്ലിയർ. നമുക്ക് അവിടുന്ന് എഫേർട്ട് എടുത്തിട്ട് അവിടുന്ന് കൊണ്ടുവരണം, ഇത് മാറ്റാനായിട്ട്. വേറെ ഒരു സംവിധാനവും ഇല്ല. ഇനി ഇതിനകത്ത് ഐബോർഡ് പരിശോധനയോ സോണാർ ടെസ്റ്റോ വല്ലതും നടത്തേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. ഐ തിങ്ക് നമ്മൾ നടത്തിയ ടെസ്റ്റില് വി ആർ ക്വൈറ്റ് കോൺഫിഡന്റ്. CP4 ആ പൊസിഷനിൽ ട്രക്ക് ആവാൻ ഹയസ്റ്റ് ചാൻസ് ആണത്. പക്ഷെ മണ്ണൊക്കെ മാറ്റാതെ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ വെള്ളം ക്ലിയർ ആയ കാരണം ദർ ആർ അണ്ടർ വാട്ടർ ക്യാമറാസ് അവൈലബിൾ. അണ്ടർ വാട്ടർ ക്യാമറാസ് ഉണ്ട്, അണ്ടർ വാട്ടർ ഡ്രോൺസ് ഉണ്ട്. എനിക്ക് കൊച്ചിയിലൊരു കമ്പനി അറിയാം. ഇഫ് റിക്വയർഡ് ഐ ക്യാൻ പാസ് ദാറ്റ് ഓൺ ടു ദി അഡ്മിനിസ്ട്രേഷൻ ഓർ അവിടുത്തെ MLA.
ആ ഡ്രോൺ കമ്പനിക്ക് ദേ ഹാവ് അണ്ടർ വാട്ടർ ഡ്രോൺ കൊണ്ടുവന്നിട്ട് ഡൈവർ ആരും താഴെ പോകേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ റൺ ദ ഡ്രോൺ ഓൾ ഓവർ, ഗിവ് യു ഫുൾ ഷോട്ട്. പിന്നെ അവർക്ക് ഒരു സ്പെഷ്യൽ സോണാർ ഉണ്ട്. ആ സോണാറിന് ദേ ഓൾമോസ്റ്റ് ഗെറ്റ് നിയർ അബൌട്ട് ഇമേജ് ഓഫ് ഓബ്ജക്ട് അണ്ടർനീത്ത്. അതിനെ ഉപയോഗിച്ചാൽ ടെക്നോളജിക്കലി യു ക്യാൻ ഈവൻ അണ്ടർസ്റ്റാൻഡ് താഴെ പോയിട്ട് ഓൾ 4 പോയിന്റ്സിനെ നമുക്ക് പോയി നോക്കാൻ പറ്റും. ഹയസ്റ്റ് അവിടെ എന്താ പിക്ചറായിട്ട് ഒരു കിട്ടിയിട്ട് പിന്നെയും ഇത് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾസോ ടെക്നോളജി വിച്ച് ഇസ് അവൈലബിൾ. അപ്പോൾ അതുകൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ അല്ലേ? യെസ്, വെരി മച്ച്. ആ ടെക്നോളജി കൊച്ചിയിൽ തന്നെ അവൈലബിൾ ആണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ടെക്നോളജി വിച്ച് ദിസ് കമ്പനി ഈസ് ഓൾറെഡി എക്സ്പോർട്ടിംഗ് ടു സം ഗ്രീൻലാൻഡ്. അവരെന്തോ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ അണ്ടർ വാട്ടർ സർവേയിനൊക്കെ. സോ ഇറ്റ്സ് അവൈലബിൾ. ദാറ്റ് ടെക്നോളജി ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഇമേജ് തന്നെ കിട്ടും അല്ലേ? ഇമേജ് തന്നെ കിട്ടും. അൺലൈക്ക് അവർ നമുക്ക് റഡാർ ഇമേജ് ആണ് കിട്ടുക, അവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആ ഇമേജ് കിട്ടും. ദാറ്റ്സ് അവൈലബിൾ വിത്ത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ 4ാമത്തെ സ്പോട്ടാണല്ലോ താങ്കൾ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് സെർച്ച് നടത്തിയപ്പോൾ 2-3 സ്പോട്ടുകളിൽ കൂടുതലായിട്ട് മുങ്ങുന്നത് കണ്ടായിരുന്നു. 4ാമത്തെ സ്പോട്ടിലേക്ക് പോകുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഈ 2ാമത്തെ സ്പോട്ട് ഇവർ കൂടുതലായിട്ട് പോകാൻ, അതായത് ഈ ഷോറിനോട് കുറച്ചുകൂടി അടുത്ത സ്ഥലമാണല്ലോ, അവിടെ ഈ ഡീസലിന്റെ അംശം കണ്ടു എന്നുള്ളതാണ്. അതാണ് രാവിലെ കുറെ അധിക സമയം ആ ഭാഗത്ത് മുങ്ങിയത്. അത് എന്താ റീസൺ അവിടെ ഇറങ്ങിയത് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം എഫേർട്ട് ആ സ്പോട്ട് 4ലാണ് തുടക്കേണ്ടതാണ്. ഇസ് വാട്ട് മൈ അഡ്വൈസ്. ശരി, നന്ദി. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലനാണ് സംസാരിച്ചത്. അദ്ദേഹമാണ് ഐബോർഡ് പരിശോധനയിലൂടെ ഈ സ്പോട്ടുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തത്. അതിൽ തന്നെ 4ാമത്തെ സ്പോട്ടിലായിരിക്കും ലോറി ഉണ്ടാവുക എന്നതാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം. എന്തായാലും വരും ദിവസങ്ങളിലും വെള്ളിയാഴ്ചയും മുങ്ങൽ വിദഗ്ധർ ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തും. അതോടൊപ്പം തന്നെയാണ് ഡ്രഡ്ജർ കൂടി കൊണ്ടുവരുന്നത്.